ഡിയർ ഫ്രണ്ട്സ്, ഈ വർഷത്തെ അത് 2025 സെപ്റ്റംബർ 7 രാത്രിയിൽ ദൃശ്യമാവുന്ന ചന്ദ്രഗ്രഹണം കാണാൻ വളരെ ഉത്സാഹത്തോടെ കാത്തിരുന്നു. നമുക്ക് ടെലിസ്കോപ്പൊന്നും ഇല്ലല്ലോ. മൊബൈൽ ക്യാമറയിൽ പറ്റാവുന്നിടത്തോളം പകർത്തിയെടുക്കണമെന്നും അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നും വിചാരിച്ചാണ് കാത്തിരുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്നു വന്നു, പൂർണ്ണചന്ദ്രനായി കണ്ടു. അതിനുശേഷം ഓരോ സമയവും നോക്കി 8 മണിയായി. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. മാത്രമല്ല, നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന പോലെയല്ല മൊബൈലിലൂടെ വരുമ്പം. മൊബൈൽ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ റേഡിയേഷൻസ് എല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ട് മൊബൈലിൽ വേറൊരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും ഓരോ അരമണിക്കൂർ വെച്ച് ചന്ദ്രനെ കണ്ടുകൊണ്ടിരുന്നു. ഏതാണ്ടൊരു 8:58 മുതലാണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുക എന്നാണ് അറിഞ്ഞത്. പക്ഷേ 9 മണിക്ക് നോക്കുമ്പോഴും നമുക്ക് കൊല്ലത്തുനിന്ന് നോക്കുമ്പം വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടിരുന്നില്ല. പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ ഓരോ അരമണിക്കൂർ ഇടവേളകളിലും ചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്, തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ്റെ ഞാൻ ഈ സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കൂടെ നോക്കിയിരുന്നു. നക്ഷത്രങ്ങളൊന്നും വിസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പ്രകാശം കണ്ടു. അത് സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ കുറേ മിന്നാമിനുങ്ങുകൾ ഗ്രഹണം കാണാൻ കാത്തിരിക്കുന്ന പോലെ മിന്നി മിന്നി ആ തെങ്ങിൻ്റെ ഓലകൾക്കിടയിലൂടെ ചുറ്റി നടക്കുന്നത് കണ്ടു. വളരെ രസകരമായിരുന്നു. കുറേ നേരം അതിനെ തന്നെ ഫോക്കസ് ചെയ്തു. അങ്ങനെ 11 മണിയായി. പക്ഷെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ടൊരു ആ ചന്ദ്രൻ്റെ ചുറ്റിനും ഒരു പ്രകാശം പ്രത്യേക രീതിയിൽ കാണാൻ തുടങ്ങി. പക്ഷെ മൊബൈലിൽ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമുക്കിത് രേഖപ്പെടുത്തണമെങ്കിൽ മൊബൈൽ ക്യാമറയല്ലേ ഉള്ളൂ. അതുകൊണ്ട് സൂം ചെയ്തും അല്ലാതെയും ഒക്കെ കുറേ നേരം ചന്ദ്രന് നേരെ നോക്കിയിരുന്നു. കഴുത്ത് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇരുന്നും കിടന്നും ഒക്കെയാണ് ക്യാമറ ഫോക്കസ് ചെയ്തത്. ഇതിനിടയിൽ നമ്മളെപ്പോലെ തന്നെ മിന്നാമിനുങ്ങുകളും ചന്ദ്രഗ്രഹണം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് 11:30 മണിക്ക് ശേഷം മൊബൈൽ ക്യാമറയിൽ ഒരു 11:30-ക്ക് ശേഷമാണ് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചന്ദ്രൻ്റെ ചുറ്റിനുമുള്ള ഒരു റെഡ് വലയം പോലെ. പക്ഷെ അപ്പോഴും ഗ്രഹണം, അതായത് ചന്ദ്രൻ്റെ മേലേക്ക് ഭൂമിയുടെ നിഴൽ വീഴുന്നതായിട്ട് ഒരിക്കലും ക്യാമറയിൽ കിട്ടുന്നില്ല. നമുക്ക് കാണുമ്പം കുറച്ചിങ്ങനെ കുറേശ്ശെയായിട്ട് ചന്ദ്രൻ്റെ ആ വട്ടം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട്, ഭൂമിയുടെ നിഴൽ വീഴുന്നതായിട്ട് നേരിട്ട് കാണാം. പക്ഷേ ഈ പ്രകാശത്തിൻ്റെ ആ തീവ്രത കൊണ്ട് ഇത് റൗണ്ടായിട്ട് തന്നെയാണ് മൊബൈൽ ക്യാമറയിൽ കിട്ടിയത്. ഫോക്കസ് ചെയ്ത് സൂം ചെയ്തൊക്കെ നോക്കിയിട്ടും ക്യാമറയിൽ റൗണ്ട് ഫിഗറായിട്ട് തന്നെ കണ്ടു. അങ്ങനെ ഒരു 12:10 ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ ഒന്ന് പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. പക്ഷെ അപ്പോഴും കാരണം പ്രകാശമല്ലേ, പ്രകാശം കടന്നു വന്നാൽ അത് ഫുള്ള് റൗണ്ടായിട്ട് തന്നെ അതിനകത്ത് കണ്ടു. മിന്നാമിനുങ്ങ് അപ്പോഴും അവിടെ പിന്നി നടന്നിരുന്നു. നക്ഷത്രങ്ങൾ വന്ന് തെങ്ങിൻ്റെ ഓലത്തുമ്പുകളിൽ വന്ന് പതിച്ചതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ആ നക്ഷത്രങ്ങളുടെ വലിപ്പത്തിലാണ്, ആകാശത്തിൽ ദൂരെ കാണുന്ന നക്ഷത്രങ്ങളുടെ വലിപ്പത്തിലാണ് ഇവിടെ മിന്നാമിനുങ്ങൾ ഇടയ്ക്കിടെ മിന്നിക്കൊണ്ടിരുന്നത്. വീണ്ടും ചന്ദ്രനിലേക്ക് തന്നെ തിരിഞ്ഞു. 12:20 മൊബൈലിൽ ഈ റൗണ്ട് ഫിഗർ തന്നെ കണ്ടുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ടെലിസ്കോപ്പിലൂടെയൊക്കെ കണ്ടവർക്ക് ഇത് വളരെ കൂടുതലായിട്ട് അതിൻ്റെ ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ദൃശ്യമാകുമായിരുന്നു. മൊബൈലിൽ ഇത്രത്തോളം മാത്രമേ നമുക്ക് പകർത്താൻ കഴിഞ്ഞുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ഏതാണ്ട്
ചന്ദ്രൻ്റെ കുറച്ച് ആ വടക്ക് ഭാഗം നമ്മുടെ ഇടതുവശത്ത് ചന്ദ്രൻ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രകാശം മൊബൈലിൽ പകർത്തിയപ്പോൾ റൗണ്ടായിട്ട് തന്നെ. അപ്പോൾ എനിക്കിനി ഈ ഗ്രഹണം പകർത്താൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു. അങ്ങനെ നോക്കി ഇരിക്കെ കുറച്ച് മേഘങ്ങൾ ചുറ്റും വന്ന് മൂടി. അത് വേറൊരു ദൃശ്യമായിരുന്നു. അത് പകർത്തി. അത് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് സൂം ഇൻ ചെയ്ത് വീണ്ടും എടുത്തു. ഒരു 12:30 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി തുടങ്ങി. ചെറിയ ഓറഞ്ച് കളറ് ചുറ്റും വ്യാപിക്കുന്നതായിട്ട് കാണപ്പെട്ടു. സൂം ചെയ്തപ്പോൾ ആ സ്ഫെറിക്കൽ ഫിഗർ തന്നെയാണ് കണ്ടത്. മേഘങ്ങളെ ചുറ്റും കാണാം. പിന്നെ ഓരോ 2 മിനിറ്റും 3 മിനിറ്റ് 4 മിനിറ്റും ഇങ്ങനെ വെച്ചുകൊണ്ട് വീണ്ടും ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. സൂം ഇൻ ചെയ്തു, സൂം ഔട്ട് ചെയ്തു, ഇങ്ങനെ കയറിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച, അതായത് കാണാൻ ഏതാണ്ട് ഒരു 12:30 ശേഷം 12:40 അടുപ്പിച്ച് ഫുള്ളായിട്ട് ചന്ദ്രനിൽ നിഴൽ വീണ് നേരിട്ട് നമ്മൾ കാണുമ്പോൾ ആ ചന്ദ്രൻ്റെ പ്രകാശം മങ്ങി നിഴൽ വീണതുപോലെ തന്നെയാണ് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുക. എന്നാൽ ക്യാമറയിൽ അതിന് പകരം നമുക്ക് കിട്ടിയത്, ഇതിന് ശേഷം നമുക്ക് വീണ്ടും ചില ദൃശ്യങ്ങളും കൂടെ കിട്ടി. അതും ഞാനിതിലൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ക്യാമറയിൽ ഈ മറഞ്ഞിരിക്കുന്ന ചന്ദ്രൻ, ഭൂമിയുടെ നിഴൽ വീണ് കംപ്ലീറ്റായിട്ട് മറഞ്ഞിരിക്കുന്ന ചന്ദ്രൻ, ക്യാമറയിലത് ഒരു റെഡ് മൂണായിട്ടാണ് കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നത്ര ഈ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീണ് കിടക്കുന്നത് പകർത്താനായിട്ട് മാക്സിമം ഞാൻ ശ്രമിച്ചു. അപ്പോഴിതാ കുറച്ചിങ്ങനെ ആ വട്ടത്തിനൊരു ഭംഗം വന്നിരിക്കുന്ന പോലെ നമുക്ക് കാണാം. കണ്ടില്ലേ? അത് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും ആ വട്ടമല്ല, ഒരു നിഴൽ പോലെ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഫോക്കസ് ചെയ്തെടുത്തത്. പക്ഷെ അത് അതിനെ എൻലാർജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു വൈബ്രേഷൻ, ഇങ്ങനെ റേഡിയേഷൻ പോലെ ഇങ്ങനെ കാണുന്ന ഒരു വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണും. വീണ്ടും ഞാനൊന്നുകൂടെ ചെറുതാക്കി വലുതാക്കി ഇങ്ങനെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസിങ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നോക്കി. വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഫുള്ള് ദൃശ്യങ്ങൾ മൊത്തം ഇത്രയും സമയവും മൊബൈലും പിടിച്ചുകൊണ്ടിരുന്നത്. കണ്ടോ? ഇവിടെയും നിങ്ങൾക്ക് കാണാം ആ വട്ടം, ആ റൗണ്ട് സ്ഫിയർ മാറി വരുന്നതായിട്ട്, ഭൂമിയുടെ നിഴൽ വീഴുന്നത്. എൻലാർജ് ചെയ്യുമ്പോഴത്തേക്കും, സൂം ചെയ്യുമ്പോഴത്തേക്കാണ് അത് ആ വട്ടം കുറഞ്ഞ് വരുന്നത്. ഇതാണ് പകർത്താനായിട്ട് ഞാൻ ഒത്തിരി കാത്തിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചന്ദ്രനെ കാണുമ്പോഴത്തേക്ക് ആ നിഴൽ, ഭൂമിയുടെ നിഴൽ വന്ന് മൂടി ചന്ദ്രൻ്റെ വട്ടം കംപ്ലീറ്റ് മറഞ്ഞിട്ട് ഒരു മങ്ങിയ ഒരു വട്ടം ഇങ്ങനെ കാണുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ക്യാമറയിൽ ഈ കാണുന്ന നിഴൽ, ആ റെഡ് കളറ് കാണുന്ന നിഴൽ ഒടുവിൽ ആ ചന്ദ്രനിലാകെ വ്യാപിച്ച് അതൊരു റെഡ് മൂൺ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ ആയിട്ട് കാണുന്നതാണ്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഫുൾ റെഡ് മൂൺ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 12:40 ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ വന്ന് 1 മണിക്ക് ശേഷം ആകാശം നോക്കിയപ്പോൾ പിന്നെ ചന്ദ്രൻ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു. ഫോക്കസ് ചെയ്യാനേ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഭൂമിയുടെ നിഴലിൽ മുങ്ങിയ ചന്ദ്രനായിരുന്നു അത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ